നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. സൗന്ദര്യബോധം, കലാവാസന, പ്രണയഭാവം എന്നിവയുടെ ആധിപത്യം ലഭിച്ചിട്ടുള്ള ഗ്രഹമാണ് ശുക്രൻ. ജാതകത്തിൽ ശുക്രൻ ബലവാനായി നിൽക്കുന്ന വ്യക്തി വലിയ സൗന്ദര്യ ആസ്വാദകനായിരിക്കും. അയാൾ കലയുടെ കാൽച്ചിലമ്പലി ഉണർത്തും. പ്രണയത്തിൻ്റെ നീലാകാശത്തിൽ പറന്നു നടക്കും. ജീവിതത്തിൽ സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കും. ഇങ്ങനെയുള്ള ഫലങ്ങൾ നൽകുന്ന ശുക്രൻ 2025 സെപ്റ്റംബർ 14 ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകൻ രാശിയിൽ നിന്നും സൂര്യൻ്റെ രാശിയായ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഒക്ടോബർ 9 വരെ ചിങ്ങൻ രാശിയിൽ ശുക്രൻ സ്ഥിതി ചെയ്യും. 25 ദിവസം കൊണ്ട് 12 രാശിക്കാരിൽ പല രാശിക്കാർക്കും അമിതമായ ഭാഗ്യാനുഭവങ്ങൾ ശുക്രൻ നൽകുന്നു. സൂര്യൻ്റെ രാശി ശുക്രനെ ശത്രുരാശിയാണെങ്കിലും മേൽപ്പറഞ്ഞ അനുഭവങ്ങൾക്ക് വലിയ കുറവ് വരികയില്ല. ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. മേടൻ രാശിയുടെ 2 7 ഭാവാധിപനായ ശുക്രൻ സെപ്റ്റംബർ 14 മേടത്തിൻ്റെ 5ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. ഒക്ടോബർ 9 വരെ ശുക്രൻ ഇവിടെ സ്ഥിതി ചെയ്യും. ധനസ്ഥാനത്തിൻ്റെയും കളത്രഭാവത്തിൻ്റെയും അധിപതിയായ ശുക്രൻ ഇഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ധനസ്ഥിതി വർദ്ധിക്കുകയും കുടുംബസുഖം ഉണ്ടാകുകയും ചെയ്യുന്നു. പങ്കാളിയിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നു. 5ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ തൊഴിലിൽ ഉയർച്ചയും സന്താന സുഖവും കുടുംബ സൗഖ്യവും ധനധാന്യ സമൃദ്ധിയും ഉണ്ടാക്കും. വിദ്യാർത്ഥികളുടെ പഠനത്തിന് പുരോഗതി ഉണ്ടാകും. പ്രണയിക്കുന്നവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന സമയമാണ്. അടുത്തതായി ഇടവൻ രാശി. കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. ജന്മരാശ്യാധിപനും 6ാം ഭാവാധിപനുമായ ശുക്രൻ ഒക്ടോബർ 9 വരെ ഇടവൻ രാശിയുടെ 4ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരോഗ്യപുഷ്ടിയും സന്തോഷവും ശത്രുനാശവും രോഗമുക്തിയും കുടുംബസുഖവും ഈ സമയത്ത് ശുക്രൻ നൽകും. സ്ത്രീകളിൽ നിന്ന് ആദരവ് ലഭിക്കും. വാഹനം, വീട് എന്നിവയുടെ ലബ്ധിയെയും സൂചിപ്പിക്കുന്നു. മാതാവിന് സന്തോഷവും ആരോഗ്യവും വർദ്ധിക്കും. കുടുംബത്തിൽ ഇഷ്ടവസ്തുക്കളുടെ ലഭ്യതയും ഉണ്ടാകും. അടുത്തതായി കർക്കിടകൻ രാശി. പുണർതങ്കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൻ രാശി. കർക്കിടകത്തിൻ്റെ ധനസ്ഥാനത്ത് കൂടിയാണ് ശുക്രൻ ഒക്ടോബർ 9 വരെ സഞ്ചരിക്കുന്നത്. കർക്കിടകത്തിൻ്റെ 4, 11 ഭാവാധിപനാണ് ശുക്രൻ. ശുക്രൻ്റെ ഇഷ്ടഭാവത്തിലെ സ്ഥിതി കുടുംബപരമായും ധനപരമായും അഭിവൃദ്ധി ഉണ്ടാക്കുന്നു. കുടുംബസുഖവും സ്ത്രീ സുഖവും വർദ്ധിക്കുന്നു. കർമ്മരംഗത്തു നിന്നും നാനാതരത്തിൽ വരുമാനമുണ്ടാകും. ലോക ബഹുമാനവും ആരോഗ്യവും ഉണ്ടാകുന്നു. വിവിധ സുഖങ്ങൾ അനുഭവിക്കാൻ അവസരം ലഭിക്കുന്നു. വ്യാപാരം പുരോഗമിക്കും. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനുള്ള അനുമതി ലഭിക്കും. വാഹനം, വീട് എന്നിവ വാങ്ങാൻ അനുകൂല സമയമാണ്. കുടുംബസ്വത്ത് ലഭിക്കും. അടുത്തത് ചിങ്ങൻ രാശി. മകം, പൂര, ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയുടെ ജന്മഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. 3ഉം 10ഉം ഭാവാധിപനായ ശുക്രൻ ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സഹോദര ഗുണവും തൻ്റെ ഇടവും ഉന്മേഷവും ഗവൺമെൻറ്റിൽ ജോലി സാധ്യതയും ഉണ്ടാകുന്നു. കൂടാതെ കർമ്മരംഗത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകുന്നു. ശത്രുനാശവും ധനലാഭവും സുഖപ്രാപ്തിയും ലഭിക്കുന്നു. ഈ സമയത്ത് സ്ത്രീകൾക്ക് സൗന്ദര്യം വർദ്ധിക്കുകയും മറ്റുള്ളവരാൽ പ്രശംസ ലഭിക്കുകയും ചെയ്യും. അടുത്തതായി കന്നിരാശി. ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. കന്നിരാശിയുടെ 2, 9 ഭാവാധിപനാണ് ശുക്രൻ. ഒക്ടോബർ 9 വരെ കന്നിരാശിയുടെ 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ധനവർദ്ധനവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകുന്നു. ചിലവ് സൂക്ഷിക്കണം. ആർഭാടത്തിന് വേണ്ടി ധാരാളം പണം ചിലവാക്കും. പക്ഷേ ഒരു കാര്യങ്ങൾക്കും നഷ്ടം വരികയില്ല. ഭാഗ്യം കൂടെ ഉണ്ടാകും. തൊഴിലിൽ നിന്ന് വരുമാനം വർദ്ധിക്കും. പൂർവിക സ്വത്ത് കൈവശം വരാൻ സാധ്യത കാണും. അടുത്തതായി തുലാൻ രാശി. ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി. സെപ്റ്റംബർ 14 ശേഷം തുലാമിൻ്റെ 11ാം ഭാവത്തിലൂടെയാണ് ശുക്രൻ സഞ്ചരിക്കാൻ പോകുന്നത്. ശുക്രൻ്റെ ഇഷ്ടഭാവത്തിലൂടെയുള്ള ഈ സഞ്ചാരം ആരോഗ്യപുഷ്ടിയും രോഗശമനവും കാര്യവിജയവും പ്രതാപവും ധനലാഭവും മനഃശക്തിയും ഉണ്ടാക്കുന്നു. ആഗ്രഹ സാഫല്യത്തെയും സൂചിപ്പിക്കുന്നു. അടുത്തതായി ധനുരാശി.
മൂലം, പൂരാടം, ഉത്തരാടം, കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. ധനുരാശിയുടെ 11 ഭാവാധിപനാണ് ശുക്രൻ. നിലവിൽ ധനുവിൻ്റെ ഭാഗ്യഭാവത്തിലൂടെയാണ് ശുക്രൻ സഞ്ചരിക്കാൻ പോകുന്നത്. ഭാഗ്യസ്ഥിതികൾ വർദ്ധിക്കും. അപ്രതീക്ഷിതമായി ധനവരവ് ഉണ്ടാകും. വർഷങ്ങളായി നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. അഭിമാനമുണ്ടാകും. ആരോഗ്യവർദ്ധനവുണ്ടാകും. ദൈവാധീനം വർദ്ധിക്കും. രോഗികൾക്ക് പൂർണ്ണമായി രോഗമുക്തി ഉണ്ടാകും. ഗുരുക്കന്മാരുടെയും പിതാവിൻ്റെയും അനുഗ്രഹം ലഭിക്കും. അടുത്തതായി മകരം രാശി. ഉത്തരാടം, മുക്കൻ, തിരുവോണം, അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരം രാശി. മകരത്തിൻ്റെ 8ാം ഭാവത്തിലൂടെയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. മകരത്തിൻ്റെ 5ഉം 10ഉം ഭാവാധിപനായ ശുക്രൻ മനസ്സിനും ബുദ്ധിക്കും ശക്തി വർദ്ധിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്മേഷവും ഉണർവും കൂടും. ഉന്നത വിജയങ്ങൾ ലഭിക്കും. കർമ്മഗുണവും തൊഴിൽ സ്ഥലത്ത് സുഹൃത്തുക്കളുടെ സഹകരണവും ലഭിക്കും. കൂടാതെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ധനവർദ്ധനവിനെ സൂചിപ്പിക്കുന്നു. ദുഃഖങ്ങൾക്ക് ശാന്തി ഉണ്ടാകുകയും സുഖത്തിന് വൃദ്ധി കൂടുകയും ചെയ്യുന്നു. മേൽപ്പറഞ്ഞ രാശിക്കാർക്കാണ് ശുക്രൻ്റെ രാശിമാറ്റം ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി നൽകാൻ പോകുന്നത്. മറ്റുള്ള 4 രാശിക്കാരായ മീനം, മിഥുനം, കുംഭം, വൃശ്ചികം എന്നീ രാശിക്കാർക്ക് ശുക്രൻ്റെ രാശിമാറ്റം വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുന്നില്ല. എങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നും നൽകുന്നതുമില്ല. ആയതിനാൽ ഈ രാശിക്കാർ ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച തോറും കുങ്കുമാർച്ചന നടത്തുക. തീർച്ചയായും അനുകൂല ഫലങ്ങൾ ലഭിക്കും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.